അനിൽ ആൻ്റണി ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. ഇത് കണ്ട് വിളറി പൂണ്ട കോൺഗ്രസ്സുകാർ ഇങ്ങനെ പലതും ചെയ്യുന്നു. കുറച്ച് ദിവസം മുമ്പ് ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ശ്രീ പി ജെ കുര്യൻ ഇവിടെ വന്നു, എന്തൊക്കെയോ പറഞ്ഞു. ഒരു കാര്യമില്ല. അതുപോലെ ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എല്ലാം ഇവിടെ അനിൽ ആൻ്റണിയെ പരാജയപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. ഒരു കാര്യവുമില്ല. അനിൽ ആൻ്റണി ഇവിടെ വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു എം പിയെ തിരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകും. അനിൽ ആൻ്റണി ഇവിടെ വിജയിക്കും. ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇവർ തെരപ്പാര നടക്കുന്നതല്ലാതെ ഒരു കാര്യവുമില്ല. എം പി ആയിട്ടല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എങ്ങനെ മുന്നിൽ പോയി നിന്നാലും അനിൽ ആൻ്റണി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നും വീട്ടിൽ പോകും. മറ്റേ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് കാലഹരണപ്പെട്ട് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു റെലവൻസും ഇല്ലാത്തൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നും സമയം പാഴാക്കുന്നവരായിട്ട് നിലനിൽക്കും. കോൺഗ്രസ് പാർട്ടി ഇന്ന് ഡെസ്പറേറ്റ് ആണ്. അനിൽ ആൻ്റണി ഇവിടെ വന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഡെസ്പറേറ്റ് ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടി പലതും ചെയ്യും. ഒരു കാര്യവുമില്ല. ഇനി അനിൽ ആൻ്റണി ഇനിയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടമാണെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കലും ആകില്ല. രാഹുൽ ഗാന്ധിയെ 3-ാം തവണയും ഇന്ത്യൻ ജനത പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലാതെ തോൽപ്പിക്കാൻ പോവുകയാണ്. ഈ ഗാന്ധി കുടുംബത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. അവരെയൊക്കെ ഇന്ത്യൻ ജനത തിരസ്കരിച്ചിട്ട് 10 വർഷമായി. ഇനി ഈ ഗാന്ധി കുടുംബത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. എല്ലാം കാലഹരണപ്പെട്ടു പോയി. അച്ഛൻ കാലഹരണപ്പെട്ടു തന്നെയാണ് അച്ഛൻ്റെ രാഷ്ട്രീയം. കോൺഗ്രസ് പാർട്ടിയെ കാലഹരണപ്പെട്ടു പോയല്ലോ. എന്ത് പ്രസക്തി ഗാന്ധി കുടുംബത്തിന്? എന്ത് പ്രസക്തി സോണിയാഗാന്ധിക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ? എന്ത് പ്രസക്തി രാഹുൽ ഗാന്ധിക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ? എന്ത് പ്രസക്തി? ഇവർ ഇന്നും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത് അവസരങ്ങൾ, വികസനങ്ങൾ, ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക, ഇതൊക്കെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത്. ഇന്ന് 2047 നമ്മളൊരു വികസിത രാഷ്ട്രമായി മാറണം. ഇന്ന് അമേരിക്കയും ചൈനയുടെയും എല്ലാം ലോകരാജ്യങ്ങളുടെ ഇടയിൽ 1-ാം നമ്പർ രാജ്യമായി നിൽക്കണം. ഇതൊക്കെയാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടത്. അല്ലാതെ ഒരു കഴിവുമില്ലാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം, അല്ലെങ്കിൽ രാജഭരണകാലം പോലെ ഇന്നും ഗാന്ധി കുടുംബത്തിനെ പൊക്കിക്കൊണ്ട് നടക്കുമെന്നും ഇന്ത്യയിലുള്ള ആർക്കും താല്പര്യമില്ല. ഇതൊക്കെ ഇന്ന് ഏതോ മിഥ്യയിൽ ജീവിക്കുന്ന ചില കോൺഗ്രസ്സുകാരുടെ മാത്രം മിഥ്യകളാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പോടെ അതെല്ലാം തീരാൻ പോവുകയാണ്.